എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ പത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് ഒന്ന്, CPM തെറ്റ് സമ്മതിക്കുന്നു. തെറ്റല്ല, സ്വയം വിമർശനം നടത്തുന്നതാണ് അവർ പറയുന്നത്. തെറ്റ് പറ്റില്ലല്ലോ, അതായത് തെറ്റ് പറ്റി എന്നുള്ളതിന് അവരുടെ ഒരു ഭാഷയാണ് ഞങ്ങൾ സ്വയം വിമർശനം നടത്തുന്നു, അതല്ലാതെ നിങ്ങളാരും ഞങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന് പറയണ്ട എന്ന് MV ഗോവിന്ദൻ പറയുകയാണ്. അതായത് സംസ്ഥാന കമ്മിറ്റിയിലെ അതായത് ഇവര് കഴിഞ്ഞ ഈ 1.5 മാസമായി ബ്രാഞ്ചിലും ഏരിയയിലും ലോക്കൽ കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റികളിലും ഒക്കെ നടത്തിയ ചർച്ചകളുടെ ആകത്തുക സമാഹരിച്ചുകൊണ്ട് അത് സംസ്ഥാന കമ്മിറ്റിയിൽ വെക്കുകയും ആ സംസ്ഥാന കമ്മിറ്റി അത് പാസ്സാക്കുകയും ചെയ്തു. അത്രേ സത്യത്തിൽ ഈ ബ്രാഞ്ചിലും ഏരിയയിലും ലോക്കലിലും ഒക്കെ നടന്ന ചർച്ചകൾ അല്ലെങ്കിൽ അവിടെ ഉയർന്ന വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ നല്ലൊരു പങ്കും മൂടി വെച്ചു. അതായത് ഏറ്റവും രൂക്ഷമായ വിമർശനങ്ങളൊന്നും ഉൾപ്പെടുത്തിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് സംബന്ധിച്ച് MV ഗോവിന്ദൻ വിശദീകരിക്കുകയാണ്. ഇതാണ് ഇന്നലെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. മറ്റൊന്ന്, വീണ വിജയന് എക്സാലോജി കമ്പനിയുടെ മുതലാളിച്ചി പിണറായി വിജയന്റെ പുന്നാരമകൾ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 12-ാം തീയതി, ഈ വെള്ളിയാഴ്ച ED വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിന് കൂടെ സ്വാഭാവികമായും ED ചോദ്യം ചെയ്യാൻ വേണ്ടി ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഈ അന്തംഗമികളിലും കൂടി ഇഷ്ടികയും ചീമുട്ടയും ഒക്കെ ആയിട്ട് വരും. കഴിഞ്ഞ ദിവസം കേട്ടത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ഇഷ്ടികക്ക് വില കൂടാൻ വേണ്ടി പോകുന്നു, മുട്ടക്ക് വില കൂടാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞാൽ അറിയാലോ, CPM-ന്റെ അണികളുടെ എണ്ണം നമുക്കറിയാലോ. ഈ കഴിഞ്ഞ പ്രാവശ്യം 2 ആഴ്ച മുമ്പ് പിണറായി വിജയന്റെ വീട്ടിൽ ED അന്വേഷണത്തിനെത്തിയപ്പോൾ, റെയ്ഡിനെത്തിയപ്പോൾ അവിടെ ഏതാണ്ട് ഒരു 400 ഇല്ല, ഏതാണ്ട് 300ഓളം CPM-കാർ മാത്രമാണ് വന്നത്. കാരണം അവരറിഞ്ഞില്ലായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അറിഞ്ഞിരുന്നെങ്കിൽ 300 3 ലക്ഷം 30 ലക്ഷം ആൾക്കാരൊക്കെ ഒത്തുകൂടുമായിരുന്നു എന്നാ പറയുന്നത്. അങ്ങനെ ഒരു 10-30 ലക്ഷം ആൾക്കാർ, അല്ലെ 30 ലക്ഷം അല്ലെങ്കിൽ 60 ലക്ഷം ആൾക്കാർ ഒരുമിച്ച് ഇഷ്ടികയുമായി വന്നു കഴിഞ്ഞാൽ ഇഷ്ടികക്ക് അത്രമാത്രം ഡിമാൻഡ് വർദ്ധിക്കും എന്ന് കേട്ടിരുന്നു. കാരണം ഇഷ്ടിക വേണമല്ലോ ED-ക്കാരുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കാൻ, ED-ക്കാരുടെ കാർ അടിച്ചു പൊട്ടിക്കാൻ. ഏതായാലും അങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ് കേട്ടോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അതായത് CPM-ന്റെ നേതാക്കന്മാർ ബ്രിട്ടാസ് പറയുന്നു, KK ശൈലജ പറയുന്നു, NN കൃഷ്ണദാസ് പറയുന്നു, അല്ല നമ്മുടെ അപ്പം ഗോവിന്ദൻ വരെ പറയുന്നു, വീണയും ആയി CPM-നെ കൂട്ടിക്കെട്ടണ്ട. വീണക്ക് എതിരെ ED അന്വേഷണം അല്ലേ, ED അന്വേഷിച്ചോട്ടെ, അതിലെന്തിനാണ് CPM അഭിപ്രായം പറയാൻ പോകുന്നത്? ഇത്രകാലം ഈ പറയുന്ന ന്യായീകരണ തൊഴിലാളികൾ മുഴുവനും TV-ക്ക് മുന്നിൽ വന്നിരുന്നിട്ടും പത്രത്തിലൂടെയൊക്കെ വീണക്ക് വേണ്ടിയിട്ട് ഇവര് നടത്തിയ എന്തൊക്കെ അപഹാസ്യമായ ശ്രമങ്ങൾ എളുപ്പം പറയാണ്. വീണക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളൊന്നും പറയുന്നില്ല, വീണയുടെ കാര്യം നോക്കട്ടെ, ഞങ്ങളുടെ കാര്യം. പക്ഷേ ഗോവിന്ദ, അങ്ങനെ പറയാൻ പറ്റൂല. വീണയുടെ കാര്യം മാത്രം, ഏതോ ഒരു വീണയല്ല ഈ വീണ എന്ന് പറയുന്നത്. പിണറായി വിജയന്റെ മോള് വീണയാണ്. പിണറായി വിജയന്റെ മോള് വീണക്ക് 2.78 കോടി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വീണക്ക് കിട്ടിയതല്ല, അത് പിണറായിക്ക് കിട്ടിയതാണ്. പിണറായി വീണയിലൂടെ ഇത് വാങ്ങിച്ചതാണെന്ന് ഇവിടുത്തെ ചെറിയ കുട്ടിയൊക്കെ പോലെ അറിയടോ. അപ്പൊ വീണനെ ഇപ്പൊ നിങ്ങൾ എത്രമാത്രം മാറ്റി നിർത്തിയാലും ED വീണയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ചോദ്യം ചെയ്യേണ്ടത് പിണറായിയല്ലേ. വീണ പറയൂലേ, ഒന്ന് വീണക്ക് എങ്ങനെ പറയാൻ പറ്റുക? ഈ കരിമണൽ കർത്തായുടെ അടുത്തുനിന്ന് 2.78 കോടി രൂപ എന്തിനു വാങ്ങിയെന്ന് ചോദിച്ചാൽ വീണ പറയൂലേ, ഞാൻ വാങ്ങിയത് അച്ഛന് വേണ്ടിയിട്ടാണ്. അച്ഛൻ പിണറായി വിജയൻ, എൻ്റെ അച്ഛൻ പിണറായി വിജയൻ ഈ പറയുന്ന കരിമണൽ കർത്തായുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ഈ സഹായങ്ങൾ ചെയ്തതിനുള്ള നമ്മുടെ AK ബാലന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാരിതോഷികം, ആ പാരിതോഷികമാണ് ഇത് എന്ന് പറഞ്ഞാൽ ED അടുത്ത് പിണറായിന്റെ അടുത്ത് വരില്ലേ? അപ്പൊ ഇതൊക്കെ വളരെ താൽക്കാലികമായ കാര്യമാണ്. ഏതായാലും ഇതാണ് രണ്ടാമത്തെ കാര്യം. മറ്റൊന്ന്, നമ്മുടെ ഇത് എന്താ പറയാ, രക്ഷാപ്രവർത്തന കേസ് കോടതിയിലെത്തിയപ്പോൾ ആലപ്പുഴ സെഷൻസ് കോടതി, അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആലപ്പുഴ സെഷൻസ് കോടതിയുടെ ജഡ്ജി ആരാണെന്ന് അറിയണം കേട്ടോ. ഹണി എം വർഗീസ് ആണ്. ഈ ഹണി എം വർഗീസ് ആരാണെന്ന് അറിയണേ? അതായത് MM വർഗീസിന്റെ മോളാണ്. ഏത് MM വർഗീസ്? തൃശ്ശൂർ ജില്ലയിലെ മുൻ ജില്ലാ സെക്രട്ടറി, CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ മോളാണ് ഈ ആലപ്പുഴ സെഷൻസ് കോടതിയിലെ ജഡ്ജി ഹണി എം വർഗീസ്. ഈ ഹണി എം വർഗീസിന് ശരിക്കും നിങ്ങൾക്കൊക്കെ നല്ല പരിചയം എന്ന് പറഞ്ഞാൽ പണ്ട് ദിലീപിന്റെ കേസിൽ, അല്ലെങ്കിൽ ദിലീപും പ്രമുഖ നടിയുമായുള്ള ആ കേസിൽ ദിലീപിനെ എന്താ പറയാ കുറ്റവിമുക്തനാക്കിയത് ഈ പറയുന്ന ഹണി വർഗീസിന്റെ ജഡ്ജ്മെന്റ് ആണ്.
അപ്പൊ ഏതാണ്ട് ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയല്ലോ ഹണിയം വർഗീസ് ആരാണ് എന്നുള്ളതിനെ കുറിച്ച്. ഈ MM വർഗീസിനെ, അതായത് ഹണിയം വർഗീസിന്റെ അച്ഛനായ തന്തപ്പടിയായ MM വർഗീസിനെ ED ഈ 14-ാം തീയതി ED വിളിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ആരൊക്കെയാണ്? AC മൊയ്തീനെ, പിന്നെ K രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, MM വർഗീസ്, ഈ 3 പേരാണ് കരുവന്നൂർ ബാങ്ക് കൊള്ളയടിച്ചതിനും കൊള്ളയടിക്കാൻ ഒത്താശകൾ ചെയ്തു കൊടുത്തതിനും ഈ 3 മുതലുകളെ ED 14-ാം തീയതി വിളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയാം, CPM-ന്റെ നേതാക്കന്മാരെ മുഴുവനും ED-യും CBI-യും കൊണ്ടുപോകും. കാത്തിരുന്നോളികൾ അതിന്റെ തുടക്കമായി കഴിഞ്ഞു. അപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ MM വർഗീസിന്റെ മോളാണ് ഹണിയം വർഗീസ് എന്ന് പറഞ്ഞാൽ CPM. ഞാൻ പിന്നെ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും ഈ ഹണിയം വർഗീസ് ഈ 5 രക്ഷാപ്രവർത്തകരെ, അതായത് രക്ഷാപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട, മുട്ടൻ വടിയെടുത്തിട്ട് നമ്മുടെ AD തോമസ് ഉൾപ്പെടെയുള്ള അജയ് ജുവൽ കുര്യാക്കോസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ്, നമ്മുടെ ഇപ്പോഴത്തെ MLA ആയ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവായ ആരാണ് AD തോമസ്, ഇവരെ ഈ 2 പേരെ അതിമൃഗീയമായ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിൽ തലമണ്ടടിച്ച് പൊട്ടിച്ച ആ സംഭവത്തിൽ ഈ ഹണിയം വർഗീസ് 20 പ്രാവശ്യം ഈ വീഡിയോ കണ്ടിട്ട് ഹണിയം വർഗീസിന് മനസ്സിലായില്ല ഇവരുടെ തലയടിച്ച് പൊട്ടിച്ചെന്ന്. ഹണിയം വർഗീസ് പറഞ്ഞു ആ വീഡിയോ 20 പ്രാവശ്യം കണ്ടു, പക്ഷെ അങ്ങനെ ഒരു വധശ്രമം ഒന്നും നടന്നിട്ടില്ല. പിന്നെ തലക്ക് അടി കുടുങ്ങിയത് എന്താ വെച്ചാൽ ഇവര് തല താത്തിക്കളഞ്ഞു. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും തമാശയുണ്ടോ, അതായത് ഇവര് മുട്ടൻ വടിയോണ്ട് അടിക്കാൻ വന്നപ്പോ ഈ അജയ് ജുവൽ കുര്യാക്കോസ് എന്ത് പണിയാ ചെയ്തത്, AD തോമസ് എന്ത് പണിയാ ചെയ്തത്? തല ഇങ്ങനെ ഉയർത്തിപ്പിടിക്കണ്ടേ? ഒരാൾ നമ്മളെ തലമണ്ടക്ക് അടിക്കാൻ വന്നാൽ തല ഇങ്ങനെ നമ്മൾ ഉയർത്തിപ്പിടിക്കണം, തല താഴ്ത്തരുത്. ഇവര് തല താഴ്ത്തിയപ്പോഴാണ് അടി കൊണ്ടത്. തല ഉയർത്തിപ്പിടിച്ചിരുന്നെങ്കിൽ അടി കൊള്ളുമായിരുന്നില്ല. അതുകൊണ്ട് ഈ 5 പേരെയും എന്ത് ചെയ്തിരിക്കുന്നു? ഇവർക്ക് ജാമ്യം നൽകിയിരിക്കുന്നു, മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നു എന്നാണ് ഈ കോടതിയുടെ കണ്ടെത്തൽ. ഏതായാലും ഇപ്പൊ എന്താ സംഭവം എന്നറിയോ? ഈ എല്ലാ ക്രിമിനലുകളും ഇവരുടെ കേസ് എങ്ങനെയെങ്കിലും ആലപ്പുഴ സെഷൻസ് കോടതിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. നമ്മുടെ കോടിസുനി, ഗോവിന്ദച്ചാമി, പിന്നെ ആരൊക്കെയാണ് നമ്മുടെ ഈ ഇനി വരുന്നുണ്ടല്ലോ ഒരുപാട് കേസുകൾ, അതായത് ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ആൾക്കാർ, ഇവരൊക്കെ ഇവരുടെ കേസുകൾ എവിടെ വാദിക്കണം? നമ്മുടെ ആലപ്പുഴ സെഷൻസ് കോടതിയിൽ വാദിക്കണം. അവിടെ ഹണിയം വർഗീസ് വളരെ നീതിയുക്തമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആ നീതിയുക്തമായ കോടതിയിലേ ഞങ്ങൾക്ക് നീതി കിട്ടുകയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നത്.